നമസ്കാരം. ഇന്ന് ഞങ്ങളുടെ കൂടെയുള്ളത് ഡോക്ടർ ഷാജി കുമാർ, മേയോ ക്ലിനിക്കിലെ മയലോമ എന്ന് പറയുന്ന ബ്ലഡ് ക്യാൻസർ ഡിവിഷൻ്റെ ഹെഡാണ്. അദ്ദേഹം ലോകപ്രസിദ്ധനാണ്. ഈ മയലോമ ട്രീറ്റ്മെൻറ്റിൽ അദ്ദേഹത്തിനെ കവച്ചു വെച്ചിട്ട് വേറൊരാളുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സ്വാഗതം ഡോക്ടർ ഷാജി. MVR ക്യാൻസർ സെൻറ്ററിലേക്ക് പ്രത്യേകിച്ചിട്ടും ഈ നാട്ടിൽ വന്ന സമയത്ത് ഒരു ചെറിയ ബ്രേക്ക് എടുക്കാൻ ഒരു ദിവസത്തേക്കാണെങ്കിൽ പോലും സമയം കണ്ടെത്തിയതിന് വളരെയധികം നന്ദി. MVR ക്യാൻസർ സെൻറ്ററിലേക്ക് സ്വാഗതം. ഇവിടെ വന്നപ്പോൾ എന്ത് തോന്നുന്നു നിങ്ങൾക്ക്? എങ്ങനെ പ്രത്യേകിച്ച് ഇവിടെ ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് ഇത്രയും പ്രോഗ്രസ് ആയിട്ടുണ്ട് കേരളത്തിൽ. ഇറ്റ്സ് റിയലി അമേസിങ് അല്ലേ? ശരിക്കും ബിഗ് ചേഞ്ച് ഓവർ ടൈം. അതെ, ഒരു പക്ഷേ നമ്മുടെ കാലത്തൊക്കെ ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് നോക്കുകയാണെങ്കിൽ ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് വളരെ 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 ബേസിക് മാത്രം അല്ലേ? റേഡിയേഷൻ വളരെ കുറച്ച് ആൾക്കാർക്ക് അത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതെ, സെൻറ്റേഴ്സ് ഇല്ല, ഡയഗ്നോസ്റ്റിക് ഫെസിലിറ്റീസ് ഒരുപാട്. എനിക്ക് തോന്നുന്നു ഒരു 50 കിലോമീറ്റേഴ്സിലും ഒരു കോംപ്രഹെൻസീവ് സെൻറ്റേഴ്സ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ ട്രീറ്റ്മെൻറ്റും അവൈലബിൾ ആയിട്ടുള്ള അത്രയും ആളുകൾ ട്രാവൽ ചെയ്യണ്ടു എന്നുള്ളത് ഇറ്റ് ഈസ് പ്രോബബ്ലി അറ്റ് പാർ വിത്ത് എനി അതർ കൺട്രി അല്ലേ? അത്രയും 50 കിലോമീറ്റേഴ്സ്. ഐ തിങ്ക് ഓഫ് കോഴ്സ് ക്യാൻസർ ഒരുപാട് കൂടുതലായിട്ടുണ്ട് ഓവർ ദി ഇയേഴ്സ്. അതെ അതെ അതെ, പലതരം ക്യാൻസറുകളും. പക്ഷേ ട്രീറ്റ്മെൻറ്റും ഡയഗ്നോസ്റ്റിക് ഫെസിലിറ്റീസും എല്ലാം ശരിക്കും ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. അതെ, നമുക്കും കേരളത്തിലും അല്ലേ നല്ല നല്ല കാണാനുണ്ടല്ലോ അല്ലേ? നല്ല അതെ. ഈ ഏതായാലും ഷാജിയുടെ സ്പെഷ്യാലിറ്റി തന്നെ നമുക്ക് നോക്കാം. മയലോമ കേരളത്തിൽ വളരെ കൂടുതലുണ്ട് കാണുന്നത് കമ്പയർഡ് ടു ദ അതർ ടൈപ്പ് ഓഫ് ക്യാൻസേഴ്സ്. ഇന്ത്യയിലെ തന്നെ നോക്കുകയാണെങ്കിൽ കേരളത്തിൽ കുറച്ചധികം മൾട്ടിപ്പിൾ മയലോമ ബോൺ ക്യാൻസർ ആയിട്ട് വരുന്നവർ കൂടുതൽ കാണുന്നുണ്ട്. എന്തെങ്കിലും സ്പെസിഫിക് റീസൺ ഉണ്ടോ എന്ന് നമുക്ക് ചോദിച്ചാൽ? That's a intriguing thing, and I wonder the things that have been associated with myeloma, particularly exposure to pesticides, exposure to agricultural products, petroleum products. So I don't know if farming, exposure to the farming is one of the reasons maybe that it's much could be അല്ലേ? ഒരു ചെറിയൊരു ഒബ്സർവേഷൻ പറയാം. നമുക്ക് വയനാട് പണ്ട് വളരെ ഒരു കാർഷിക മേഖലയാണ്, വളരെ അതുമാതിരി ആലപ്പുഴ, ഈ രണ്ട് സ്ഥലത്തു നിന്നും വരുന്ന മയലോമേൻ്റെ ഇതിനകത്ത് ഇത് കാണുന്നുണ്ട്, വർധനവ് കാണുന്നുണ്ട്. അതിന് ഒരു റീസൺ പറയുന്നതെന്ന് വെച്ചാൽ നേരത്തെ ഓർഗാനിക് അല്ലെങ്കിൽ ചെറിയ തോതിൽ ചെയ്തതിന് വളരെ കമേഴ്ഷ്യലായിട്ട് ബിറ്റ്വീൻ 90 and 90s ആ 2000 ഇടയിൽ അവർ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തതാണ് വലിയൊരു റീസണായിട്ട് നമ്മൾ ഇവിടെ പറയുന്നത്. പക്ഷേ പ്രൂവൺ റെക്കോർഡ്സോ അല്ലെങ്കിൽ എപ്പിഡമോളജിക്കൽ സ്റ്റഡീസോ ഒന്നും നമുക്ക് പോസിബിൾ അല്ലാത്തതുകൊണ്ട് അങ്ങനെ ഇല്ല. പക്ഷേ എന്നാലും ഇറ്റ്സ് എ ഫാക്ട് അല്ലേ? ഒരു കുഡ് ബി എ കോൺട്രിബ്യൂഷൻ. The timing works out well, because we think most of the myeloma starts or the earliest changes happens in the second decade of life. So ഇപ്പോൾ 90-ലാണ് ചേഞ്ചസ് വന്നതെന്നുണ്ടെങ്കിൽ ഒരു 30 വർഷം കഴിയുമ്പോഴാണ് അത് കാണാൻ പറ്റുന്നത്. സോ ടൈമിംഗ് വൈസ് ഇറ്റ് മൈറ്റ് ബി എക്സ്പ്ലനേഷൻ ആവാം അല്ലേ? ഇപ്പോൾ ഏതായാലും ഇത് പറഞ്ഞുകൊണ്ട് ഈ ഡയറ്റ് വഴിയെ നമുക്ക് ഇതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുമോ? അല്ലെങ്കിൽ മയലോമ പേഷ്യൻസ് എന്തെങ്കിലും ഡയറ്റ് സ്പെസിഫിക് ആയിട്ട് എടുത്താൽ? ഞങ്ങൾ പ്രത്യേകിച്ചും ഡയറ്റ് ചേഞ്ച് ചെയ്യാൻ ആരോടും പറയാറില്ല. കാരണം സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഡയറ്റ് ഇല്ല അത് ചേഞ്ച് ചെയ്യാനായിട്ടുള്ളത്. പക്ഷേ ഒരു ഇൻട്രസ്റ്റിംഗ് ഒബ്സർവേഷൻ ഇതാണ്, പീപ്പിൾ ഒബീസ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിന് there is a higher risk of getting progression from muggers to the earlier precursor phase to active myeloma. പ്രത്യേകിച്ചും ഇപ്പം പുതിയ ആൻറ്റി ഒബേസിറ്റി ഡ്രഗ്സ് ഒക്കെ വന്നപ്പം there is a lot of interest to see വെയിറ്റ് ലോസ് ചെയ്യാന്നുണ്ടെങ്കിൽ പ്രോഗ്രസ് ചെയ്ത് മയലോമയാവുന്നത് തടയാൻ വേണ്ടി പറ്റും അല്ലേ? അപ്പോൾ ആ വെയിറ്റ് കൂടുന്നത് ഒരു പക്ഷേ നല്ലതല്ല എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ? വെരി വെരി ഗുഡ്. Also people looking at changing the gut microbiome. So people think that might have an influence on the risk of progression. Okay, especially the bispecific antibody treatment also the progression to myeloma. ഇവിടെ വേറൊരു ഒബ്സർവേഷൻ എന്ന് പറയുന്നത് കുറച്ചും കൂടി കമ്പയർ ടു വെസ്റ്റേൺ പോപ്പുലേഷൻ, നമ്മൾ ഇവിടുത്തെ രോഗികൾ കുറച്ചും കൂടി പ്രായം കുറവാണ്. മയലോമ ഇസ് കൺസിഡർഡ് ടു ബി ദ ഡിസീസ് ഓഫ് ഏജ് അല്ലേ? എൽഡർലി ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരുടെ ഇതാണ്. പക്ഷേ ഇവിടെ നമുക്കൊരു ഏർലി ഇപ്പോൾ ഇതിൽ കാണും പലരും 50 വയസ്സിനും 60 വയസ്സിനും ഇടയിൽ, പിന്നെ കുറച്ച് നല്ലൊരു ശതമാനം ആളുകൾ ഇതിൽ 40-നും 50 വയസ്സിനും അല്ലെങ്കിൽ 40 വയസ്സിന് ചോടെയുള്ളത്. ഇപ്പോൾ നമ്മൾ രണ്ട് കേസ് ഡിസ്കസ് ചെയ്തപ്പം എല്ലാം 35 40s അറൗണ്ട് 40s ആണ്.
വെരി ഇൻട്രസ്റ്റിംഗ് അല്ലേ? ഇറ്റ് ഈസ്. എനിക്ക് തോന്നുന്നു എന്താ കാരണം എന്ന് പറയാൻ പറ്റില്ല. കാരണം ഒന്നാമത് ഇപ്പോൾ ഇന്ത്യയിൽ പൊതുവെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മയലോമ ഒരു ഡെക്കേഡ് യങ്ങറാണെന്നുള്ളതാണ് കാണുന്നത്. ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ആ ഓൾഡർ പേഷ്യൻ്റ് പോപ്പുലേഷനെ നമ്മൾ കാണുന്നേ ഉണ്ടാവില്ല. കാരണം ദേ ഡോണ്ട് കം ആൻഡ് ഗെറ്റ് കെയർ. സോ ദാറ്റ് ഓട്ടോമാറ്റിക്കലി കുഡ് ഷിഫ്റ്റ് ദാറ്റ് മീഡിയൻ ഡൗൺ. പക്ഷെ നമ്മൾ US-ലും കാണുന്നുണ്ട് ആഫ്രിക്കൻ അമേരിക്കൻസ്. അവർക്ക് കൂടുതൽ ഒരു 2-3 ഗുണം കൂടുതൽ അവർക്ക് സാധ്യതയുണ്ട് മയലോമ വരാനായിട്ട്. അവരുടെ ഏജ് ഡയഗ്നോസിസ് ഇതുപോലെ തന്നെ ഒരു ഡെക്കേഡ് ഏർലി കമ്പയർഡ് ടു പേഷ്യൻസ്. സോ ദർ മൈറ്റ് ബി സം ഫണ്ടമെന്റൽ ബയോളജിക്കൽ ഡിഫറൻസസ്. അതെ, ശരിയായിരിക്കാം. ഈ ഇതിൻ്റെ അകത്ത് മയലോമ ട്രീറ്റ്മെൻറ്റിൽ ഇപ്പോഴും നമ്മൾ ക്യൂറബിൾ ആണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല, നമുക്ക് ഒരു പേഷ്യൻ്റെ നോക്കി പറയാൻ പറ്റില്ല യു ആർ ഗോയിങ് ടു ഗെറ്റ് ക്യൂർഡ്. കാരണം അത്ര റിലയബിൾ ട്രീറ്റ്മെൻറ്റ്സ് ശരിക്കും കാര്യമായിട്ട് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് ഇപ്പം കഴിഞ്ഞ 20 വർഷം കൊണ്ട്. ഇനി 20 വർഷം മുമ്പ് ഇത് മീഡിയൻ ആവറേജ് ലൈഫ് സ്പാൻ 3 വർഷം എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പഠിക്കുന്ന കാലത്ത് ഒരു പക്ഷേ 2 വർഷമൊക്കെ ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ 25 years, 20 years, 25 years അല്ലേ? It's as good as cured അല്ലേ? I mean, if you are 70 and if you can live till 90, what else you want? then you're going to probably die of something else and you're cured in a way. പക്ഷെ നമ്മൾ 40 വയസ്സുള്ള ആളോട് 80 വയസ്സ് വരെ ജീവിക്കാൻ പറ്റുമെന്ന് എന്നിപ്പോൾ നമുക്കൊരു ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റില്ല. അതെ. പക്ഷേ ഐ തിങ്ക് ദ പ്രോഗ്രസ് ഹാസ് റിയലി മെയ്ഡ് ആൻ ഇമ്പാക്ട് ഇൻ ദ ലൈഫ് ഓഫ് അവർ പേഷ്യൻസ് അല്ലേ? നമുക്കൊരു ടെക്നിക്കലി ക്യൂർ ചെയ്ത് കൊടുക്കാമെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ എന്നാലും ഇറ്റ് ഈസ് ആസ് ഗുഡ് ആസ് ലിവിങ് ലോങ്ങർ അല്ലേ? ഈ ഇപ്പം മയലോമ പേഷ്യൻസിൻ്റെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് അല്ലെങ്കിൽ മെയിൻ്റനൻസിലൊക്കെ നിൽക്കുന്നവർക്ക് നമ്മൾ എന്ത് അഡ്വൈസാണ് നമുക്ക് കൊടുക്കാൻ പറ്റുക? ലൈക്ക് അവരെ ടു മെയിൻറ്റെയിൻ ഗുഡ് ക്വാളിറ്റി ഓഫ് ലൈഫ് എന്തെങ്ങനെയാണ് അവർ? സോ മെയിൻ തിങ് ജസ്റ്റ് നോർമൽ ലൈഫ്, be active, exercise, good balanced diet. If they have side effects, they should tell the physicians right away so that they can modify the treatments. അവർക്ക് ഈ വളരെ അഗ്രസീവായിട്ടുള്ള സ്പോർട്സിലൊക്കെ പോകും, മറ്റേ ട്രക്കിങ് മറ്റേത്. ജനറലി ഐ തിങ്ക് എന്തെങ്കിലും ബോൺ ഡിസീസ് കാര്യമായിട്ട് ഉണ്ടായിരുന്നു തുടക്കത്തിൽ നിന്നുണ്ടെങ്കിൽ then you have to be careful. അല്ലെന്നുണ്ടെങ്കിൽ it should be just normal. ഈ സ്പൈൻ എപ്പോഴും നമ്മൾ ഇവിടെ ഇപ്പോൾ എപ്പോഴും ഉള്ള ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ ഈ ലേഡീസ് എല്ലാം ചോദിക്കുന്നത് അവർക്ക് കുനിഞ്ഞ് വർക്ക് ചെയ്യാൻ പറ്റുമോ, മറ്റൊന്ന് വരാൻ പറ്റുമോ, കുനിയാൻ പറ്റുമോ, ഇതൊക്കെ. ഇറ്റ്സ് ഓൾ ഡിപ്പെൻഡ്സ് അപ്പോൺ ബോൺ ഡിസീസ് അല്ലേ? അതൊക്കെ ഓക്കെ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യം. എൻ്റെ എപ്പോഴും മനസ്സിൽ ഞാൻ എപ്പോഴും മായോ ക്ലിനിക്ക് വളരെ ഫേമസ് ആണല്ലോ വേൾഡിൽ. ഇപ്പോഴും ആ ലെഗാസി ഈസ് മെയിൻറ്റെയിൻഡ് അല്ലേ? സ്റ്റാർട്ടഡ് ഫ്രം 1864 അല്ലേ? long time and the myeloma program has been there since 1960s. അതെ. അപ്പോൾ ഈ ഇത്രയും കാലമായിട്ട് ഇപ്പോഴും സെൻറ്റർ ഓഫ് എക്സലൻസ് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നു മായോ ക്ലിനിക്ക്? I think part of it is ഞങ്ങൾ we are a big group. ഒരുപാട് റിസർച്ച് നടക്കുന്നുണ്ട്, ഒരുപാട് പേഷ്യൻസിനെ കാണുന്നുണ്ട്. We are been at the kind of leading the development of guidelines. But it's a big team. അതെ. പക്ഷേ ആ വിഷൻ ആൻഡ് ദ വേ ദേ എക്സിക്യൂട്ട് ആൻഡ് അല്ലേ അതിൻ്റെ അകത്ത് അവർക്ക് എപ്പോഴും അതിൻ്റെ അകത്തൊരു ഇംപ്രൂവൈസേഷൻ കൊണ്ടുവരാൻ പറ്റുന്നു അല്ലേ ട്രീറ്റ്മെൻറ്റ്? Always doing something new and changing. അതെ. ഇറ്റ്സ് അമേസിങ് അല്ലേ? ശരിക്കും നമ്മൾ നോക്കുമ്പോൾ 150-year-old ഓർഗനൈസേഷൻ അല്ലേ? നമുക്ക് കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിലോ തന്നെ അങ്ങനെ കാണിക്കാൻ വേണ്ടി പറ്റുന്നുണ്ടാവില്ല ചിലപ്പോഴും. It's ultimately the culture that the patient's needs come first. I think that drives everybody. Correct. That's a main അല്ലേ കൾച്ചർ. അപ്പോൾ ഈ ഫൈനലി നമ്മൾ നിർത്തുന്നതിന് മുമ്പേ നമുക്ക് ഈ ഇന്ത്യയിലത്തെ മയലോമ പേഷ്യൻസിനോട് നമുക്ക് എന്താണ് നമുക്കൊരു പ്രോമിസ് കൊടുക്കാൻ പറ്റുക? ലൈക്ക് ഇപ്പോൾ പുതിയ വളരെ പ്രോമിസിങ് ഡ്രഗ്സ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ ബൈ സ്പെസിഫിക് ആൻറ്റിബോഡീസ്, കാർട്ടി സെൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എല്ലാവരും ചോദിക്കാറുണ്ട്. നമുക്കിപ്പോൾ മയലോമ ഒരു ലെവലെത്തി പിന്നെയും പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ദേ വാണ്ട് ദ ബെസ്റ്റ് ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻ അവൈലബിൾ. ഇപ്പോൾ അതിൽ നമുക്ക് എന്താണ് നമുക്ക് ഇനി പ്രോമിസിങ് ആയിട്ട് പറയാനുണ്ടാവും? സോ എല്ലാ ട്രീറ്റ്മെൻറ്റ്സും ഒരുവിധമുള്ള ട്രീറ്റ്മെൻറ്റ്സ് എല്ലാം ഇന്ത്യയിൽ അവൈലബിൾ ആണ്. പലതും ജനറിക് ആയത് കാരണം ഇറ്റ്സ് നോട്ട് ദാറ്റ് എക്സ്പെൻസീവ്. മയലോമ ഇനിഷ്യലി കൺട്രോൾ ചെയ്യാനും കുറച്ച് നാളത്തേക്ക് കൺട്രോൾ ചെയ്യാനുള്ള മെഡിസിൻസ് എല്ലാം നമുക്ക് ഈസിലി അവൈലബിൾ ആണ് ഇന്ത്യയിൽ. കട്ടിംഗ് എഡ്ജ് ട്രീറ്റ്മെൻറ്റ്സ് എല്ലാം വന്നു തുടങ്ങി. കാർട്ടി ഇപ്പം അവൈലബിൾ ആണ് ക്ലിനിക്കൽ ട്രയൽസിൽ.
കാർട്ടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് മാനുഫാക്ചർ ചെയ്യാനുള്ള പ്രോസസ്സ് ഏതൊരു ഇൻസ്റ്റിറ്റ്യൂഷനിലും ചെയ്യാൻ പറ്റും അത്. സോ ഇറ്റ്സ് ട്രീറ്റ്മെൻറ്റ് എല്ലാ പേഷ്യൻസിനും ആക്സസിബിൾ ആവും. ചില പുതിയ മെഡിസിൻസ് ഇങ്ങനെ മോണോക്ലോണൽ ആൻറ്റിബോഡീസും ബൈസ്പെസിഫിക് ആൻറ്റിബോഡീസും ഒക്കെ കുറച്ചും കൂടെ എക്സ്പെൻസീവാണ്. സോ അതിപ്പോൾ തൽക്കാലം ഇറ്റ് മേ നോട്ട് ബി ആക്സസിബിൾ ഫോർ എവറിബഡി. പക്ഷേ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെഡിക്കേഷൻസ് എല്ലാം ആക്സസിബിൾ ആണ്. കാർട്ടി ഐ തിങ്ക് ഇറ്റ്സ് ഗോയിങ് ടു ബി മോർ ആക്സസിബിൾ ആൻഡ് എവറിത്തിങ് എൽസ്. നോവൽ കൺസെപ്റ്റ് അല്ലേ, ലൈക്ക് നമ്മൾ അതിൻ്റെ എല്ലാം പഴുതടച്ചുകൊണ്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റിനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ അത് ദാറ്റ് വിൽ അൾട്ടിമേറ്റ്ലി വിൽ ബെനിഫിറ്റ് അവർ പേഷ്യൻസ് അല്ലേ. ആബ്സല്യൂട്ട്ലി. വെരി ഗുഡ്, എക്സലൻറ്റ്. നല്ല ഏതായാലും വളരെ ഇത്രയും സമയം സ്പെൻഡ് ചെയ്തതിന് വളരെയധികം നന്ദി. എനിക്ക് തോന്നുന്നു നമുക്ക് നിങ്ങളുടെ ആ പ്രസൻസ് തന്നെ നമ്മുടെ ഹോൾ ഓഫ് അവർ ഇൻസ്റ്റിറ്റ്യൂഷൻ ആസ് വെൽ ആസ് ഹോൾ ഇന്ത്യ വിൽ ബി മോട്ടിവേറ്റഡ്. നമ്മളല്ല, വി ആർ ഓൾ വെരി പ്രൗഡ് ഓഫ് യു. ലൈക്ക് യു ആർ ഡൂയിങ് വെരി വെൽ ഇൻ ദ മയലോമ ഫീൽഡ് ആൻഡ് നമ്മുടെ എല്ലാവരുടെയും നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഷാജി ഈസ് ഡൂയിങ് വെരി വെൽ. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് ഹിയർ. വളരെ നല്ല ഇത്ര സമയം സ്പെൻഡ് ചെയ്തതിന്. താങ്ക് യു.